ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏജ് ക്രോണിക്കിൾസ്. നമുക്കിന്നൊരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ബയോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മോതമീനാണ്. ഇതിൻ്റെ അകത്തോട്ട് മീൻ വറക്കാനുള്ള എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. എല്ലാ മസാലപ്പൊടികളും കൂടെ ഉപ്പും കൂടെ ഇട്ട് തലേദിവസം തന്നെ പരട്ടി എടുത്ത് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം വലിയ ചീഞ്ചട്ടിക്കകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ലോണം ചൂടാൻ ശേഷം മീനെല്ലാം നമ്മളിങ്ങനെ വിടർത്തി പരത്തിയിട്ട് കൊടുക്കണം. ഉടനെ കയറി ഇളക്കാൻ നിൽക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല വിട്ട് പോകും. അതുകൊണ്ട് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടി 2-3 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം. കുറച്ചൊന്ന് ഹാർഡാവണം, ഒത്തിരി ഹാർഡാവാനും പാടില്ല, ഒന്ന് മുരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. നല്ലെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് 3 ആഴ്ചത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്. അതിപ്പോൾ വെളിച്ചെണ്ണ ധാരാളമാണ്. പിന്നെ നിങ്ങൾ വറുത്ത് കോരിയ എണ്ണയിലോട്ട് തന്നെ കടുക് പൊട്ടിക്കണം. കടുക് ഉലുവയും കൂടെ പൊട്ടിക്കാനുണ്ട്. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് പൊട്ടിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അത് ഞാൻ മറന്നു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതേ വറുത്ത് കോരിയ എണ്ണയ്ക്കകത്ത് തന്നെ 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും കൂടെ പൊട്ടിച്ചതിന് ശേഷം മാത്രമേ അരിഞ്ഞു വെച്ച ജിഞ്ചറും ഗാർലിക്കും കൂടെ എടുത്തിടാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ മുഴുവനോടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറുതായിട്ട് ജിഞ്ചർ ഒന്ന് ചോപ്പ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പേസ്റ്റായിട്ടും ഇടാം. അതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി മുരിഞ്ഞതിന് ശേഷം ഒരു ശകലം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. പെട്ടെന്ന് ഇളക്കണം, മസാല അടി പിടിക്കാൻ പാടില്ല. അങ്ങനെ മസാലയുടെ ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് 1 കപ്പ് വിനാഗിരി അങ്ങ് ഒഴിക്കണം. വിനാഗിരി ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. അത് ഒഴിച്ച് നല്ലോണം ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് വരും. തിളച്ച് വന്ന ഉടനെ തന്നെ നമ്മൾ മീനും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ വിനാഗിരിയുടെ ഫ്ലേവർ ഒന്ന് നമുക്ക് പുളിപ്പൊന്ന് മാനേജ് ചെയ്യാനായിട്ട് ശകലം കൂടെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വേണ്ട 1 ടീസ്പൂണോളം ഞങ്ങൾ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി എടുത്ത് മാറ്റി വെക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കി നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുക. കണ്ടല്ലോ, ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ എല്ലാം മീൻ നമ്മുടെ വലിച്ചെടുത്തു, എണ്ണയും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് നല്ലൊരു ഡ്രൈ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടെയ്നർ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടാവരുത്, നല്ല ഉണങ്ങിയ നല്ല ഗ്ലാസ് ടിന്നായിരിക്കണം, നല്ലോണം അടച്ചു വെക്കാൻ പാകത്തുന്ന ഒരു ടിന്നായിരിക്കണം, എയർ ടൈറ്റ് ആവണം. അപ്പോൾ അതിലോട്ട് മാറ്റിയെടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാത്തവർക്ക് പുറത്തെടുത്ത് വെച്ച് സൂക്ഷിക്കാം. പിന്നെ എപ്പോഴും അച്ചാറെടുക്കാൻ വേണ്ടി ഉണങ്ങിയ സ്പൂൺ മാത്രം യൂസ് ചെയ്യുക. അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇൻസ്ട്രക്ഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും കാണുന്നവരെ ടാറ്റാ.